ഫോണിൻ്റെ നെറ്റ് സ്പീഡ് വർദ്ധിക്കുകയും നിങ്ങളുടെ ഡാറ്റ ലാഭിക്കുന്നതിനും വളരെ പ്രയോജനകരമായ സെറ്റിങ്സ് ആണിത്. ഇത് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കൂ. എൻ്റെ കൂട്ടുകാരെ, അതിനു മുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഇതുപോലെ പ്രയോജനകരമായ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വിശദമായ ഈ സെറ്റിങ്സിലേക്ക് കടക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായിട്ടുള്ള എബൌട്ട് ഫോൺ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് നേരെ താഴെയായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെയും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ബിൽഡ് നമ്പർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒരു 4 പ്രാവശ്യം നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില ഫോണിൽ ഈ ബിൽഡ് നമ്പർ എന്നുള്ളിടത്ത് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ച് സെറ്റിംഗ്സിലേക്ക് വരിക. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ എബൌട്ട് ഫോണിന്റെ ഏറ്റവും അടിയിലായി ദ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ആ പുതിയ ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ ഡെവലപ്പർ ഓപ്ഷനിലേക്കാണ് ചെല്ലുന്നത്. അത് അവിടെ ഓഫായി കിടക്കുന്നത് കാണാം. നിങ്ങൾ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ താഴെയായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നേരെ താഴോട്ട് പോകുക. അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസ്ലേഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നീ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടെ ഒന്നാമത്തെ ഓപ്ഷനായ വിൻഡോ ആനിമേഷൻ സ്കെയിലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആനിമേഷൻ സ്കെയിൽ 1ലാണ്. ഞാൻ ആനിമേഷൻ സ്കെയിൽ ഓഫ് ആക്കി കൊടുക്കുകയാണ്. അടുത്തത് ട്രാൻസ്ലേഷൻ ആനിമേഷൻ സ്കെയിലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാം. അതും ആനിമേഷൻ സ്കെയിൽ 1ലാണ്. നിങ്ങൾ ആനിമേഷൻ അതിൻ്റെയും ഓഫാക്കി കൊടുക്കുക. മൂന്നാമതായി മറ്റൊരു ഓപ്ഷൻ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഓപ്ഷനും 1ലാണ്. അതും നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. അതോടെ നിങ്ങളുടെ നെറ്റ് സ്പീഡിൻ്റെ പ്രോബ്ലം പരിഹരിക്കുവാൻ ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കും. എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള ഉപകാരമായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.